ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു തൃപ്തിക്കുറവ് തോന്നാറുണ്ടോ? കഴിച്ചത് വേഗത്തിൽ ദഹിക്കാനും ഭക്ഷണത്തിന് ശേഷം ക്ഷീണം തോന്നാതിരിക്കാനും ഊർജം ലഭിക്കാനും ചായ കുടിക്കുന്നത് നല്ലതാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ചായ കുടിക്കാൻ പലർക്കും പല കാരണങ്ങളാണ്. അതിന് പ്രത്യേക സമയമോ സന്ദർഭമോ നോക്കാറുമില്ല. എന്നാൽ കുറച്ച് ചായ കുടിച്ചാൽ എല്ലാം ശരിയാകും എന്ന തോന്നലിന് പുറത്താണ് ഉച്ചഭക്ഷണമോ അത്താഴമോ കഴിച്ച ഉടനെ ചിലർ ഒരു കപ്പ് ചായ കുടിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഈ ശീലം അത്ര നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരും ഡോക്ടർമാരും മുന്നറിയിപ്പ് നൽകുന്നത്. എന്തെല്ലാമാണ് ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെ ചായ കുടിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ? നമുക്ക് നോക്കാം. ഭക്ഷണത്തോടൊപ്പമോ ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെയോ ചായ കുടിക്കുമ്പോൾ ശരീരത്തിന് ലഭിക്കേണ്ട പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. ചായയിൽ ടാനിനുകൾ, പോളിഫെനോളുകൾ എന്നീ പ്രകൃതിദത്ത സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണത്തിന് പിന്നാലെ ചായ കുടിക്കുമ്പോൾ പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ തുടങ്ങിയവയിൽ കാണപ്പെടുന്ന ഇരുമ്പ് അഥവാ അയണിനെ ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നു. ഇതുവഴി ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഇരുമ്പിന്റെ അളവ് കുറയ്ക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കുമ്പോൾ ഇരുമ്പിന്റെ ആഗിരണം 50 മുതൽ 60% വരെ കുറയാമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. കാലക്രമേണ ശരീരത്തിലെ അയണിന്റെ അളവ് ക്രമേണ കുറയ്ക്കുകയും വിളർച്ചയും ക്ഷീണവും പ്രതിരോധശേഷിക്കുറവും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്ത്രീകൾ, കുട്ടികൾ, സസ്യാഹാരികൾ, അയണിന്റെ കുറവുള്ളവർ എന്നിവർ ഭക്ഷണത്തിന് ശേഷം ചായ കുടിക്കുന്നത് ശ്രദ്ധിക്കണമെന്നും ഡോക്ടർമാർ പറയുന്നു. ഭക്ഷണത്തോടൊപ്പം ചായ പതിവായി കുടിക്കുന്നത് പോഷകങ്ങളുടെ അഭാവമുണ്ടാവുകയും ഇതുവഴി രോഗപ്രതിരോധ ശേഷി ക്രമേണ ദുർബലമാകാൻ കാരണമാകും. അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും മതിയായ അളവിൽ ശരീരത്തിൽ എത്താത്തതിനാൽ അസ്ഥികളുടെ ആരോഗ്യത്തെയും മൊത്തത്തിലുള്ള ഊർജത്തെയും ബാധിച്ചേക്കാം. ഇതിനെല്ലാം പുറമെ ചായയിലെ കഫീൻ ഡയയൂററ്റിക് ആയി പ്രവർത്തിക്കുകയും ഇതുവഴി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുകയും നിർജ്ജലീകരണത്തിന് കാരണമാവുകയും ചെയ്യും. പോഷകങ്ങളുടെ ആഗിരണത്തെ ബാധിക്കുന്നത് പോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ ചായ കുടിക്കുന്നത് ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ചായയിൽ അടങ്ങിയിരിക്കുന്ന കഫീനുകളും ടാനിനുകളും ഭക്ഷണം ശരിയായി വിഘടിപ്പിക്കാൻ ശരീരം ആശ്രയിക്കുന്ന ദഹന എൻസൈമുകളുമായി പ്രവർത്തിക്കും. ഇതുമൂലം വയറുവീർക്കൽ, ഗ്യാസ്, അസിഡിറ്റി, വയറ്റിൽ അസ്വസ്ഥത എന്നിവയ്ക്കും കാരണമാകും. ഭക്ഷണത്തിനു ശേഷം ചായ കുടിക്കുന്നത് ദഹനം എളുപ്പത്തിലാക്കുമെന്ന് കരുതുന്നത് തെറ്റാണ്. മറിച്ച് ചിലരിൽ ചായ ദഹനനാളത്തിന്റെ ആവരണത്തെ പ്രകോപിപ്പിക്കുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യാം. ആസിഡ് റിഫ്ലക്സ് പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരും ഭക്ഷണം കഴിച്ച ഉടനെ ചായ കുടിക്കുന്നത് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ കൂടുതൽ വഷളാകാൻ ഇടയാകും. അപ്പോൾ അടുത്ത ചോദ്യം, ഭക്ഷണത്തിന് ശേഷം എപ്പോൾ ചായ കുടിക്കാം എന്നതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറഞ്ഞത് 30 മുതൽ 60 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കുന്നതാണ് നല്ലത്. ഈ സമയം ശരീരത്തിന് കഴിച്ച ഭക്ഷണം ശരിയായി ദഹിപ്പിക്കാനും പോഷകങ്ങൾ തടസ്സമില്ലാതെ ആഗിരണം ചെയ്യാനും ആവശ്യമായ സമയം നൽകുന്നു. ഭക്ഷണം കഴിച്ച ഉടനെ ചൂടുള്ളത് കുടിക്കണമെന്നുണ്ടെങ്കിൽ കഫീൻ ഇല്ലാത്ത ഹെർബൽ ടീയോ വെറും ചൂടുവെള്ളമോ കുടിക്കാം. ഇത് ദഹനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും.